ഇത് ഒരു വെറൈറ്റി ചമ്മന്തി. ദോശയ്ക്കും ഇഡ്ഡലിക്കും അതുപോലെ ചോറിൻ്റെ കൂടെയും കൂട്ടാൻ പറ്റിയ ഒരു നാടൻ ചമ്മന്തി. മുരിങ്ങയില ചമ്മന്തി പോഷക സമൃദ്ധവും അതുപോലെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനുള്ള ഒരു ചമ്മന്തിയും കൂടിയാണ്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരെയും കുക്കൂത്ത് സോഫിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഈ നാടൻ ചമ്മന്തിയുടെ ചേരുവകളും ഇതുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണാൻ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇത് ഒരു 2 കൈപ്പിടി മുരിങ്ങയില ക്ലീനാക്കി വെച്ചിരിക്കുന്നത്. ഇത് ഓരോന്നും ഇലയിലും പറിച്ചെടുത്ത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നത്. ഇത് ഇല എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് ഇതിൻ്റെ 2 വശവും നോക്കി വേണം ഇല നമുക്ക് ഓരോന്നും എടുക്കാനായിട്ട്. 1 കപ്പ് തേങ്ങ, ഒരു 15 ചുവന്നുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് കറിവേപ്പില, ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പ്, 1/4 ടീസ്പൂൺ കുരുമുളക്. പൊടിയേക്കാളും നല്ലത് കുരുമുളക് തന്നെ എടുക്കുന്നതാണ്. ഇനി ഇല്ലെങ്കിൽ പൊടിയെടുക്കാം. ഒരു ചെറിയ നെല്ലിക്ക വലിപ്പം വാളംപുളി, 1 നുള്ള് ഉലുവ, അതുപോലെ 1 നുള്ള് ചെറിയ ജീരകവും, 3 വറ്റൽമുളക്, ഉപ്പ്, 1/2 ടീസ്പൂൺ കായപ്പൊടി, വെളിച്ചെണ്ണ, വെള്ളം. ചൂടായ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഉഴുന്ന് പരിപ്പ് ചേർക്കാം. അതിലേക്ക് ചുമന്നുള്ളി ചേർക്കാം. ഇഞ്ചി ഒന്ന് ചെറുതാക്കി ചേർക്കാം. ചുവന്നമുളക്, കുരുമുളക്, ചെറിയ ജീരകം, ഉലുവ. കറിവേപ്പില, അതിലേക്ക് വാളംപുളി, ഇതെല്ലാം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന മുരിങ്ങയില ചേർക്കാം. മുരിങ്ങയില ഒന്ന് വഴന്ന് വരണം. മുരിങ്ങയില ഒന്ന് വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് തീ ഏറ്റവും കുറച്ച് വെച്ചിട്ട് തേങ്ങ ചേർക്കാം. കൂടെ തന്നെ നമുക്ക് മുളക് പൊടിയും കൂടെ ചേർക്കാം. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. തേങ്ങയൊന്നും ഒത്തിരി അങ്ങോട്ട് വഴന്ന് പോകണ്ട, ഒന്ന് ചൂടായി കിട്ടിയാൽ മതി. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടി ചേർക്കാം. അതുപോലെ ഇതിനാവശ്യത്തിനുള്ള ഉപ്പും ചേർക്കാം. ഉപ്പ് ആദ്യമേ കുറച്ച് ചേർക്കുക, പിന്നെ നമുക്ക് അരയ്ക്കുമ്പോഴത്തേക്കും കുറവുണ്ടെങ്കിൽ അന്നേരം ചേർത്ത് കൊടുത്താൽ മതി. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ എല്ലാം നന്നായിട്ട് വഴന്ന് ചൂടായി ഒക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ ഈ കൂട്ട് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്ക് അരച്ചെടുക്കാം. അതിന് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് മാറ്റാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്ത് നമുക്കിത് അരച്ചെടുക്കാം. എന്തേ ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട്. ഞാൻ അല്പം ഉപ്പും കൂടെ ചേർത്താണ് അരച്ചത്. ഉപ്പ് അല്പം കുറവായിരുന്നു. നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. പിന്നെ ഇത് ഞാൻ ചോറിനായിട്ടാണ് ഇത്രയും വെള്ളം കുറച്ചരച്ചത്. അതുപോലെ നിങ്ങൾ ദോശയ്ക്കോ ഇഡ്ഡലിക്കോ ആണ് ഉണ്ടാക്കുന്നതെങ്കിലും ഉണ്ടല്ലോ, അല്പം കൂടെ വെള്ളം കൂട്ടി വേണം ഇത് പേസ്റ്റായിട്ട് അരച്ചെടുക്കാൻ.
നമുക്ക് കൈകൊണ്ട് തന്നെ ഇതൊന്ന് ഷേപ്പാക്കി വെക്കാം. നാടൻ മുരിങ്ങയില ചമ്മന്തി റെഡിയായി. നിങ്ങളും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം. വളരെ രുചിയുള്ള ചമ്മന്തിയാണ്. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ്സ് അറിയിക്കാനും മറക്കരുത്. പുതിയ പുതിയ വിഭവങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ഞാൻ സോഫി കുര്യാക്കോസ്.